ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഏപ്രിൽ 2025 പ്ലാനർ വീഡിയോ ആണ് കേട്ടോ. കഴിഞ്ഞ മാസം മാർച്ച് 2025 പ്ലാനർ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാനെപ്പോഴും പറയുന്ന പോലെ ഒരു കലണ്ടർ പേജ് വെച്ച് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി നോക്കുക. അത് നമുക്ക് പ്രിൻ്റ് ഔട്ട് എടുത്ത് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് തന്നെ വരച്ച് ഏപ്രിലിൻ്റെ കലണ്ടർ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം. അതിനുശേഷം നമുക്ക് കൊടുക്കാവുന്നതാണ് കോട്ട് ഫോർ ദ മന്ത്. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള നിങ്ങളുടെ ഗോൾസുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഒരു കോട്ട് കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഞാനൊരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ദ സീക്രട്ട് ഓഫ് ഗെറ്റിംഗ് എഹെഡ് ഈസ് ഗെറ്റിംഗ് സ്റ്റാർട്ടഡ്. കോട്ടിൻ്റെ കൂടെ തന്നെ നമുക്ക് കൊടുക്കാവുന്നതാണ് വേർഡ് ഫോർ ദ മന്ത്. അപ്പോൾ ഈ മാസം ഞാൻ ചൂസ് ചെയ്യുന്ന വേർഡ് എന്ന് പറയുന്നത് മൊമെൻറ്റം ആണ്. അതായത് നമ്മൾ എന്ത് ചെയ്യുമ്പോഴും നമ്മളൊരു മൊമെൻറ്റം കണ്ടെത്തുമ്പോഴാണ് നമുക്ക് എളുപ്പത്തിൽ ആ കാര്യങ്ങൾ നമ്മൾക്ക് ചെയ്തു കൊണ്ടുപോകാൻ പറ്റുന്നത്. ഇപ്പം നമ്മളൊരു ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു മടിയായിരിക്കും, പക്ഷേ കുറച്ചങ്ങ് ചെയ്തു വരുമ്പോൾ നമുക്കൊരു മൊമെൻറ്റം ഗെയിൻ ചെയ്യാൻ പറ്റും. സോ ഈ മൊമെൻറ്റം നമ്മൾ കീപ്പപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ നമുക്ക് കാര്യങ്ങൾ കൂടുതൽ സസ്റ്റെയിൻ ചെയ്ത് ചെയ്യാൻ പറ്റും. സോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു വേർഡ് ചൂസ് ചെയ്യുക. കൺസിസ്റ്റൻസി, പ്രൊഡക്ടിവിറ്റി, ടൈംലിനെസ്, അങ്ങനെ ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു വേർഡ് ചൂസ് ചെയ്യുക. ഇനി അങ്ങനെ തന്നെ വേണം, പ്രൊഡക്ടിവിറ്റി റിലേറ്റഡ് വേണമെന്നൊന്നുമില്ല. ഹാപ്പിനെസ്, ലവ്, കൈൻഡ്നെസ്, അങ്ങനെ ഇഷ്ടമുള്ള എന്ത് വേണേലും ചൂസ് ചെയ്യാം കേട്ടോ. അടുത്തത് നമുക്ക് ചെയ്യാവുന്നൊരു പേജാണ് ഹാബിറ്റ് പ്ലാനർ. പ്ലാനറിൽ കൂടുതലും നമ്മൾ പ്ലാൻ ചെയ്യുന്നതാണ് ഹാബിറ്റ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അല്ലേ. അപ്പോൾ നമ്മൾ ഹാബിറ്റ് പ്ലാനർ ചെയ്യുമ്പോൾ ഏറ്റവും നല്ലത് നമ്മൾ ഒരുപാട് ഹാബിറ്റ്സ് ട്രാക്ക് ചെയ്യാൻ നോക്കാതെ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മൾ ഹാബിറ്റ് ബിൽഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു ഹാബിറ്റ് പ്ലാൻ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഒരു 2 or 3 മാക്സിമം ഹാബിറ്റ്സ് അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. മെയിൻലി നമുക്ക് ഇഷ്ടമുള്ള ഹാബിറ്റ്സ് ഇൻക്ലൂഡ് ചെയ്യാം. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ എക്സസൈസ്, അല്ലെങ്കിൽ സെൽഫ് കെയർ, ബുക്ക് റീഡിങ്. അപ്പോൾ ഇങ്ങനെ എഴുതി വയ്ക്കാതെ ഓരോന്നും സ്പെസിഫിക് ആയിട്ട് എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്ന് എഴുതുക. അതായത് ഇപ്പോൾ എക്സസൈസ് ആണെങ്കിൽ ഞാൻ 15 മിനിറ്റ്സ് ഡെയിലി മോർണിംഗ് എക്സസൈസ് ചെയ്യും. അത് കുറച്ചും കൂടി സ്പെസിഫിക് ആയിട്ട് മോർണിംഗ് 6 o'clock എക്സസൈസ് ചെയ്യും. അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടാക്കുക, എന്നിട്ട് അത് ട്രാക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പം പ്ലാൻ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഏറ്റവും ചെയ്യാൻ ചാൻസ് ഉള്ള ആ ഒരു ടൈമിൽ ചെയ്യുകയായിരിക്കും നല്ലത്. എന്നിട്ട് അത് നമ്മൾ ട്രാക്ക് ചെയ്ത് പോവുക. സ്ലോലി അതൊരു ഹാബിറ്റായി മാറും. പുതിയതായിട്ട് ഹാബിറ്റ് ബിൽഡ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ മുന്നേ ചെയ്തിരുന്ന ഒരു ഹാബിറ്റിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. ഇപ്പം ബുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും സിമ്പിളായിട്ടുള്ള ഒരു ബുക്ക് എടുത്തിട്ട് അതിൻ്റെ 5 പേജസോ അല്ലെങ്കിൽ ബിഗിൻ ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റെ ഒരു പേജ് വായിക്കുക, അങ്ങനെ ഗോൾ സെറ്റ് ചെയ്യുക. അങ്ങനെ നമുക്ക് പയ്യെ അതൊരു ഹാബിറ്റാക്കി കൊണ്ടുവരാൻ പറ്റും. അടുത്ത പേജാണ് ഗോൾസ്. ഇപ്പം നമുക്ക് പലവിധ ഗോൾസ് ഉണ്ടാവും അല്ലേ. ഇപ്പോൾ ഹോം മേക്കേഴ്സ് ആണെങ്കിൽ നമ്മുടെ ഹൗസ് റിലേറ്റഡ് ഗോൾസ് ഉണ്ടാവും, ഫാമിലിക്ക് വേണ്ടിയുള്ള ഗോൾസ്, പിന്നെ എന്തെങ്കിലും വർക്കും കൂടി ചെയ്യണമെങ്കിൽ അതിൻ്റെ ഗോൾസ്, ഇപ്പോൾ യൂട്യൂബ് ചാനൽ ചെയ്യണമെങ്കിൽ അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, പിന്നെ പാരൻറ്റിങ് ഗോൾസ്, അതുപോലെ നമുക്ക് വേണ്ടി സെറ്റ് ചെയ്യുന്ന കുറേ ഗോൾസ്, അങ്ങനെ ഒരുപാട് ഗോൾസ് ഉണ്ടാവും. അപ്പോൾ ഈ ഗോൾസിനെയൊക്കെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു പേജ് വയ്ക്കാം. അപ്പോൾ ഇതിലും നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യുക, ഏതാണ് നമുക്ക് ഏറ്റവും മീനിങ് ആയിട്ടുള്ളത്, ഏതാണ് നമ്മൾ ഏറ്റവും അധികം അച്ചീവ് ചെയ്യേണ്ടത്, ഏത് ഗോൾ അച്ചീവ് ചെയ്താലാണ് നമ്മുടെ ലൈഫിൽ നല്ലൊരു ഇമ്പാക്റ്റ് വരുന്നത്. ചിലപ്പോൾ ഹെൽത്ത് ഗോളായിരിക്കാം. അപ്പോൾ അത് നോക്കിയിട്ട് അത് പ്രയോറിറ്റൈസ് ചെയ്ത് എഴുതിയിട്ട് ആ ഒരു മന്ത് എന്തൊക്കെ ചെയ്യണം, അച്ചീവ് ചെയ്യണം, ആ മന്തിൽ അത് അച്ചീവ് ചെയ്യാൻ വേണ്ടി വീക്കിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, അതുപോലെ ഒരു വീക്ക് അത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡെയിലി നമ്മൾ ഏത് സമയത്താണ് അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നത്, ഇത്രയും കാര്യങ്ങൾ നമുക്ക് ആ ഗോൾ സെറ്റിംഗ് പേജിൽ എഴുതി വയ്ക്കാം. ഇനി ജേർണലിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ നമുക്ക് ജേർണലിങ്ങിന് വേണ്ടിയിട്ടൊരു പേജ് കൊടുക്കാം. ജേർണലിങ്ങിൻ്റെ നമുക്ക് സെപ്പറേറ്റ് ബുക്കായിട്ട് തന്നെ ചെയ്യാം, പക്ഷേ നമ്മൾ സ്റ്റാർട്ടിംഗ് ഒക്കെ ആണെങ്കിൽ നമ്മുടെ പ്ലാനറിൽ നമുക്ക് ചെയ്യാം. പലതരത്തിലുള്ള ജേർണലിംഗ് പ്രോംപ്റ്റ്സ് നമുക്ക് കിട്ടും. അതായത് ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ട്, സെൽഫ് റിയലൈസേഷന് വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിവിടെ കൊടുത്തിരിക്കുന്നത് ഹാപ്പിനെസ് പ്രോംപ്റ്റ്സ് ആണ്. ഇപ്പോൾ ഒരു 5 പ്രോംപ്റ്റ്സ് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് വാട്ട് മെയ്ഡ് മീ സ്മൈൽ ടുഡേ. അപ്പം നമുക്ക് ഡെയിലി ഈ
ക്വസ്റ്റ്യൻസ് ഡെയിലി ആൻസർ ചെയ്ത് പോവാം. അതായത് ഇന്ന് എനിക്ക് ഹാപ്പി ആയിട്ടിരിക്കാൻ എന്തൊക്കെ മൊമെൻറ്റ്സ് ഉണ്ടായിരുന്നു എന്നുള്ളത് എഴുതി വയ്ക്കാം. വാട്ട് ഈസ് സ്മോൾ വിൻ ഐ ഹാഡ് ടുഡേ. അതായത് നമ്മൾ പല കാര്യങ്ങളും നമ്മളുടെ ഒരു ദിവസം തന്നെ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പം അതിനകത്ത് ഭയങ്കര ഹെക്റ്റിക് ആയിരുന്നിരിക്കും. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല, എങ്കിലും നമ്മൾ പല കാര്യങ്ങളും ചെയ്ത് കാണും. അപ്പം അത് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ഒരു ചെറിയ സക്സസ് എന്താണെന്നുള്ളത് എഴുതി വയ്ക്കുക. വാട്ട് സംതിങ് ഐ എം ഗ്രേറ്റ്ഫുൾ ഫോർ റൈറ്റ് നൗ. ഗ്രാറ്റിറ്റ്യൂഡ് എഴുതാൻ പറ്റിയ നല്ലൊരു പ്രോംപ്റ്റാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു പോയിന്റിൽ നമ്മൾ ഏറ്റവും അധികം താങ്ക്ഫുള്ളായിട്ട് നമുക്ക് കിട്ടിയ ആ ഒരു കാര്യം എഴുതി വയ്ക്കുക. ഹൗ ഡിഡ് ഐ ടേക്ക് കെയർ ഓഫ് മൈസെൽഫ് ടുഡേ. ഇപ്പം ഒത്തിരി തിരക്ക് പിടിച്ചൊരു ദിവസത്തിൽ നമ്മളെ തന്നെ ഒട്ടും മൈൻഡ് ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷേ അത് എഴുതി വയ്ക്കുക. നമ്മൾ ഒട്ടും ചെയ്തിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ഒരു 5 minutes എങ്കിലും നമുക്ക് വേണ്ടി സമയം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് എഴുതി വയ്ക്കാം. അതുപോലെ വാട്ട്സ് എ സിമ്പിൾ പ്ലെഷർ ഐ എൻജോയ് ടുഡേ. അപ്പം നമ്മൾ ഓർക്കില്ല നമ്മൾക്ക് കിട്ടിയ കുട്ടി മൊമെൻറ്റ്സിനെ പറ്റിയിട്ട്. ഇപ്പം എൻ്റെ ഒരു ദിവസത്തിലെ ഒരു ചെറിയൊരു മൊമെൻറ്റിനെ പറ്റിയാണെങ്കിൽ രാവിലെ തന്നെ നല്ല ബേർഡ്സിൻ്റെ ഒച്ച കേൾക്കും. അത് ഭയങ്കര കാമിങ് ആണ്. അപ്പോൾ അങ്ങനെയുള്ള മൊമെൻറ്റ്സ് ഒന്നും നമ്മൾ മിസ്സായി പോവും. അപ്പം ചുമ്മാ നമ്മൾ ഇതിനെപ്പറ്റി ആലോചിക്കുമ്പോഴായിരിക്കും നമുക്കറിയാം അങ്ങനെ ഒരു ഗുഡ് മൊമെൻ്റ് ഉണ്ടായിരുന്നല്ലോ എന്ന്. സോ ഇങ്ങനെ പ്രോംപ്റ്റ്സ് എഴുതുമ്പോൾ നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയിട്ടൊരു റിയലൈസേഷൻ ഉണ്ടാവും. സോ ഇതാണ് ഹാപ്പിനെസ് ജേർണൽ പ്രോംപ്റ്റ്സ്. നമുക്ക് ഇങ്ങനത്തെ ജേർണൽ പ്രോംപ്റ്റ്സ് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടുള്ള വീഡിയോ എനിക്ക് ചെയ്യാൻ പ്ലാൻ ഉണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്കങ്ങനെ വീഡിയോസ് ചെയ്യാം. അപ്പം അതാണ് ജേർണലിംഗ് പ്രോംപ്റ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ജേർണലിംഗ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇങ്ങനെയുള്ള പ്രോംപ്റ്റ്സ് വെച്ചിട്ട് എഴുതാവുന്നതാണ്. സെൽഫ് കെയർ ഇമ്പ്രൂവ് ചെയ്യണമെന്ന് നമ്മൾ പലപ്പോഴും വിചാരിക്കുമെങ്കിലും നമുക്ക് പലപ്പോഴും അതിന് സമയം കിട്ടാറില്ല അല്ലേ. അപ്പോൾ അത് നമുക്ക് നമ്മുടെ പ്ലാനറിൽ ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. അതായത് ഒരു 5-6 സെൽഫ് കെയർ ആക്ടിവിറ്റീസ് നമ്മൾ ലിസ്റ്റ് ചെയ്യുക. ഒരു വീക്കിലോ അല്ലെങ്കിൽ 2 weeks കൂടുമ്പോഴോ നമ്മൾ ഈ ഒരു ലിസ്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 1 ഗാർഡനിങ്, 2 ഒരു ഫ്രണ്ടിനായിട്ടൊന്ന് പുറത്തു പോവുക, ഒരു ചെറിയൊരു ഐസ്ക്രീം കഴിക്കാൻ പോവോ, ഒരു ചായ കുടിക്കാൻ പോവോ, ഒരു കുറച്ച് സമയം എന്തെങ്കിലും ഷോപ്പിങ്ങിന് പോവോ, അങ്ങനെ അത് എൻജോയ് ചെയ്യാം. നമ്മുടെ വീട്ടിലെ ഒരു ഏരിയ ഡീപ്പ് ക്ലീൻ ചെയ്യുക. ക്ലീനിങ് പലപ്പോഴും ഒരു തെറാപ്പിയാണ്. ഒരു ഏരിയ ക്ലീൻ ചെയ്ത് വരുമ്പോൾ നമ്മുടെ മൈൻഡിന് നല്ലൊരു സമാധാനം കിട്ടും. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്യാം. പിന്നെ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഫുഡോ നമ്മുടെ കുട്ടികൾക്കോ പാർട്ട്ണർക്കോ ഇഷ്ടമുള്ള നല്ലൊരു ഫുഡ് ഉണ്ടാക്കുക. പിന്നെ വരയ്ക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ എന്തെങ്കിലും ഒന്ന് വരയ്ക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് തയ്ക്കുക. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ചെയ്യാം. പിന്നെ നമ്മൾ സാധാരണ വിളിക്കാത്ത എന്നാൽ എപ്പോഴും മാറ്റി വയ്ക്കത്തില്ലേ, ഒരു ഫ്രണ്ടിനെ വിളിക്കണം, അങ്ങനെ ഒരു ഫ്രണ്ടിനെ വിളിക്കാം. അപ്പോൾ ഇത് ഒരു ലിസ്റ്റായിട്ട് എഴുതിയതിന് ശേഷം നമ്മൾ 2 weeks കൊണ്ടോ അല്ലെങ്കിൽ 1 week കൊണ്ടോ ഈ ഒരു ലിസ്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. തീർച്ചയായും നമുക്ക് ആ ഒരു ലിസ്റ്റ് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ വളരെ ഗുഡ് ഫീലിംഗ് ആയിരിക്കും. നല്ലൊരു സെൽഫ് കെയർ ചെയ്ത ഗുഡ് ഫീലിംഗ് ആയിരിക്കും ഉണ്ടാവുന്നത്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമ്മുടെ ഫൈനാൻസസ് നമ്മൾ വിട്ടു പോകരുത്. അപ്പോൾ നമ്മൾ ബഡ്ജറ്റിങ്ങിന് വേണ്ടിയിട്ട് നമ്മളൊരു പേജ് മാറ്റി വെച്ചേക്കുക. കാര്യങ്ങൾ, നമ്മുടെ നിന്ന് വരുന്ന ചിലവുകൾ, നമുക്ക് വരുന്ന ഇൻകം, ഇതെല്ലാം ഒന്ന് നോട്ട് ഡൗൺ ചെയ്ത് വെക്കാം. ഏപ്രിൽ മെയ് വെക്കേഷൻ ടൈമാണ്. അപ്പോൾ കുട്ടികളുടെ വെക്കേഷൻ ആക്ടിവിറ്റീസ് ഒന്ന് പ്ലാൻ ചെയ്യാം. കുട്ടികളുടെ വെക്കേഷൻ എന്തൊക്കെ അവരെ കൊണ്ട് ചെയ്യിക്കാം, സമ്മർ ക്യാമ്പ്സ്, പിന്നെ അതുപോലെ നമ്മുടെ വീട്ടിൽ തന്നെ അവർ കൊച്ചുകുട്ടികളാണെങ്കിൽ എന്തെങ്കിലും ഡ്രോയിങ് ആക്ടിവിറ്റീസോ ക്രാഫ്റ്റ് ഐറ്റംസോ, അപ്പോൾ ഇതെല്ലാം ഒന്ന് ലിസ്റ്റ് ചെയ്ത് നമുക്ക് വെക്കാം. പിന്നെ അതുപോലെ നമ്മൾ വെക്കേഷന് കുട്ടികളെ എവിടെയെങ്കിലും കൊണ്ടുപോകുന്നുണ്ടെങ്കിലോ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിലോ അതെല്ലാം നമുക്ക് ഈ ഒരു സെക്ഷനിൽ പ്ലാൻ ചെയ്ത് വെക്കാം. മീൽ പ്ലാനിങ്ങും ക്ലീനിങ് ട്രാക്കറും ഓരോരുത്തരുടെ ഇഷ്ടം പോലെ നിങ്ങൾ ചെയ്യുന്നവരാണെങ്കിൽ ആ 2 pages ഇൻക്ലൂഡ് ചെയ്യുക. പിന്നെ
അതുപോലെ നമുക്ക് മൂവീസ് ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ മൂവീസ്, അതുപോലെ നെറ്റ്ഫ്ലിക്സിലെ സീരീസ്, ഇതേതെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് നോട്ട് ഡൗൺ ചെയ്ത് വെക്കാം, ഒരു പേജ് വെക്കാം. അപ്പോൾ നമുക്ക് അത് ഓരോന്നായിട്ട് കാണാമല്ലോ. പിന്നെ റീഡിങ് ഹാബിറ്റ് ഉള്ളവരാണെങ്കിൽ നമുക്ക് വായിക്കേണ്ട ബുക്സ്, ഈ മാസം വായിക്കേണ്ട ബുക്സ് അല്ലെങ്കിലും ഒരു ലിസ്റ്റ് ഉണ്ടാക്കുക. അതിലെത്ര ബുക്ക് കംപ്ലീറ്റ് ചെയ്യാം, മാക്സിമം ഒരു ബുക്കെങ്കിലും നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. പിന്നെ ഈ മാസത്തെ നമ്മളെ മുന്നോട്ട് നയിക്കുന്ന എഫർമേഷൻസ് എഴുതുന്നവരാണെങ്കിൽ അതൊരു പേജിൽ ലിസ്റ്റ് ചെയ്ത് വെക്കാം. സോ നമുക്ക് ഈ മാസം അല്ലെങ്കിൽ നമുക്ക് എപ്പോഴാണോ അതിനെപ്പറ്റി റീഡ് ചെയ്യേണ്ടത് അത് റീഡ് ചെയ്യുമ്പോൾ നമുക്ക് വീണ്ടും നമ്മളുടെ പ്ലാനിനനുസരിച്ച് റിലേറ്റ് ചെയ്യുന്ന എഫർമേഷൻസ് ആണെങ്കിൽ നമ്മുടെ ഈ പ്ലാനർ നമുക്ക് നന്നായിട്ട് ചെയ്ത് കൊണ്ടുപോകാനും പ്ലാൻ ചെയ്ത ആക്ടിവിറ്റീസ് എല്ലാം തന്നെ കംപ്ലീറ്റ് ചെയ്യാനും എല്ലാം നമുക്കൊരു മോട്ടിവേഷൻ കിട്ടുന്ന രീതിയിലുള്ള എഫർമേഷൻസ് വേണം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് കൊടുക്കാവുന്ന ഒരു പേജാണ് സ്കിൽസ് ടു ഡെവലപ്പ്. എന്തെങ്കിലുമൊക്കെ സ്കിൽസ് ഓരോ മാസവും നമ്മൾ ഇമ്പ്രൂവ് ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ്. അപ്പോൾ ട്രൈ ചെയ്യുക. പുതിയ ലാംഗ്വേജ് പഠിക്കാനോ അല്ലെങ്കിൽ പുതിയ റെസിപ്പി പഠിക്കാനോ അല്ലെങ്കിൽ എന്ത് സ്കില്ലാണ് നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നത് അതിനെ പറ്റിയിട്ട് നമുക്ക് ഒരു പേജ് സെറ്റ് ചെയ്യാവുന്നതാണ്. സോ ഇത്രയൊക്കെയാണ് നമ്മൾ ഏപ്രിൽ മാസത്തെ പ്ലാനറിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതിൽ. നിങ്ങൾക്ക് ആപ്റ്റായിട്ടുള്ള കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തും കൊണ്ടുള്ള നല്ലൊരു പ്ലാനർ സെറ്റ് ചെയ്യുക. നമ്മൾ പ്ലാൻ ചെയ്ത് ഒരു നല്ലൊരു പ്ലാനർ നമ്മൾ സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു മന്ത് എങ്ങനെ പോകണമെന്നുള്ള ക്ലിയർ ഐഡിയ കിട്ടും. പിന്നെ നമ്മൾ ആ ഒരു പ്ലാനർ മന്ത്ലി നമ്മളത് നമ്മുടെ കൂടെ അങ്ങ് കൊണ്ടുപോവുക. ഒരുപാട് നമ്മൾ വിചാരിച്ചതിലും നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. സോ ഈ മാസം പ്ലാൻ ചെയ്യുന്ന എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. അടിപൊളിയായിട്ട് പ്ലാൻ ചെയ്യാൻ പറ്റട്ടെ, കുറേ കാര്യങ്ങൾ അച്ചീവ് ചെയ്യാൻ പറ്റട്ടെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുത്. നമുക്ക് അടുത്തത് നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.